ഫോർ ദ ഡേ. സോ ഇന്നത്തെ ടിപ്പിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ടെൻസസിനെ പറ്റിയിട്ടാണ്. ടെൻസസ് മിക്കവർക്കും ഒരു പേടി സ്വപ്നമാണ്. 12 ടെൻസ് ഞങ്ങൾ കാണാപ്പാഠം പഠിക്കണമല്ലോ. വേണ്ട, അങ്ങനെയൊന്നുമില്ല. ടെൻസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കിയാണ് പഠിക്കേണ്ടത്. അത് മാത്രമല്ല, ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടം പോലെ പല പല സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല സിമ്പിൾ സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ 12 ടെൻസസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ടെൻസസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്. ഐ ഈറ്റ് ബിരിയാണി, ഞാൻ ബിരിയാണി കഴിക്കാറുണ്ട്. ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യത്തിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്. ഐ ഏറ്റ് ബിരിയാണി യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ കഴിഞ്ഞു പോയൊരു സമയമാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് അല്ലെങ്കിൽ V2 ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐ ഏറ്റ് ബിരിയാണി യെസ്റ്റർഡേ, അതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇനി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ അല്ലെങ്കിൽ എപ്പോഴോ, ഭാവിയിൽ എപ്പോഴോ നമ്മളൊരു കാര്യം ചെയ്യും എന്ന് പറയുമ്പോഴാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഈറ്റ് ബിരിയാണി ടുമോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ ബിരിയാണി കഴിക്കും. നാളത്തെ കാര്യമാണ് പറയുന്നത്. ഇന്നലത്തെയോ ഇന്നത്തെയോ ഇതിന് മുന്നത്തെയോ പൊതുവെയുള്ള കാര്യമോ ഒന്നുമല്ല, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വിൽ എന്നുള്ളൊരു വാക്ക് വേർബിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പൊതുവെ യൂസ് ചെയ്യുന്നത്. ഐ ആം ഈറ്റിംഗ് ബിരിയാണി നൗ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ വാസ് ഈറ്റിംഗ് ബിരിയാണി ദെൻ. അപ്പോൾ ഞാൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ING ഫോം യൂസ് ചെയ്യണം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ING ഫോം യൂസ് ചെയ്യണം. അത് നിർബന്ധമായിട്ട് ഓർത്ത് വയ്ക്കണം. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നേരത്തെ എപ്പോഴോ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇനി ഇവിടെ നമുക്കൊരു ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, പക്ഷെ അത് നമ്മുടെ കോൺവെർസേഷനിൽ അധികം വരാത്തതുകൊണ്ട് അത് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. സോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം നമ്മൾ ഇതിനു മുൻപേ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. പൊതുവേ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഈറ്റൻ ദിസ് ബിരിയാണി ബിഫോർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാൻ ഇതിനു മുൻപേ ഈ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതെൻ്റെ എന്താണ്? മെമ്മറിയാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ്. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ്, ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതനുസരിച്ച് മാറ്റി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ വേർബിൻ്റെ V3 ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി അതേപോലെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഐ ഹാഡ് ഈറ്റൻ ദ ബിരിയാണി വെൻ യു കോൾഡ്. അതായത് നീ വിളിക്കുമ്പോൾ ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ രണ്ട് കാര്യങ്ങൾ നടന്നു. നമ്മൾ ഐ ഹാഡ് ഈറ്റൻ ബിരിയാണി വെൻ യു കോൾഡ് എന്ന് പറയുമ്പോൾ ഹാഡ് വരുന്നത് ആദ്യം നടന്ന കാര്യത്തിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നു. ഒന്ന്, ഞാൻ ബിരിയാണി കഴിച്ചു. രണ്ട്, നീ വിളിച്ചു. ഞാൻ ബിരിയാണി കഴിച്ചിട്ടാണ് നീ എന്നെ വിളിച്ചത്. ആദ്യം നടന്നത് ബിരിയാണി കഴിച്ചു എന്നുള്ള ആക്ഷനാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഐ ഹാഡ് ഈറ്റൻ ദ ബിരിയാണി എന്ന് പറയുന്നത്. നേരത്തെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നമ്മളാണെങ്കിൽ ഹാഡ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഈറ്റൻ V3 ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യണം. ഇനി ഇതിന് ശേഷം വരുന്നത് നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെൻസും ഉണ്ട്. പക്ഷെ അതെന്ന് പറയുമ്പം നമുക്ക് അത്രയും യൂസ്ഫുൾ അല്ല. നമുക്ക് അങ്ങനെ അങ്ങോട്ട് പഠിക്കേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ചാനലിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ ടെൻസസിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് ഒത്തിരി എക്സാമ്പിൾസ് വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ടെൻസസിനെ പറ്റി പഠിക്കണമെങ്കിൽ ആ വീഡിയോസ് കണ്ടു നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. English Mitra. Stop worrying, start learning.